ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ചന്ദ്രയും രുക്കും കൂടി JK വിളിക്കുകയാണ്. ആ വാടക വീട് എടുക്കുന്നത് എങ്ങനെയെങ്കിലും തടയാനായിട്ടാണ് ചന്ദ്ര അങ്ങനെ വിളിക്കുന്നത്. വീട് വാടകയ്ക്ക് എടുക്കരുതെന്നും ആ വീട് ശരിയല്ലെന്നും വീട് നോക്കി നടത്തുന്ന അർച്ചന ആള് ശരിയല്ലെന്നൊക്കെ ചന്ദ്രയും രുക്കും അങ്ങനെ JKയോട് പറയുന്നുണ്ടെങ്കിലും JK അതൊന്നും വിശ്വസിക്കുന്നില്ല. ഓനും ചന്ദ്രയ്ക്കും നല്ല മറുപടി കൊടുത്തുകൊണ്ടാണ് JK അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നത്. ഫോൺ കട്ടായതിനു ശേഷം ചന്ദ്ര അങ്ങനെ രുക്കുവിനോട് പറയുന്നുണ്ട് അയാൾ ആൾ ശരിയല്ലെന്ന് തോന്നുന്നു. ഇപ്പോ അയാളെയും ആ അർച്ചന മയക്കി എടുത്തിട്ടുണ്ടാവുമെന്ന് ചന്ദ്ര അങ്ങനെ പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് വിമൽ അങ്ങോട്ടേക്ക് വരികയാണ്. വിമൽ എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, നോൻ സാറിന്റെ വീട്ടിലേക്ക് വരുന്ന പുതിയ വാടകക്കാരനോടാണോ നിങ്ങളിപ്പോ ഈ സംസാരിച്ചത്? വീട് നല്ല വീടാണല്ലോ, നിങ്ങൾ പറഞ്ഞതുപോലെയൊന്നും ആ വീട്ടിൽ നടക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത് എന്നെല്ലാം വിമൽ അങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര വിമലയോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് അതെല്ലാം അന്വേഷിക്കുന്നത്? മര്യാദയ്ക്ക് അകത്തേക്ക് കയറിപ്പോ എന്ന് പറയുമ്പോൾ വിമല പറയുന്നുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചതാണ് ഏട്ടത്തി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ അതിൽ നിന്ന് പിന്മാറിപ്പോയില്ലല്ലോ. നേരും നിറയുമില്ലാത്ത കാര്യങ്ങൾ ആരും തന്നെ വിശ്വസിക്കില്ല ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വിമല അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, അവൾക്ക് ഈയിടെയായിട്ട് ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. ഇങ്ങോട്ടൊന്ന് വരട്ടെ, ഞാൻ അവളെ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട്. JK വരുന്നതറിഞ്ഞ് അർച്ചനയും രമ്യയും മഞ്ജുവും കൂടി രാവിലെ തന്നെ അടുക്കളയിൽ കയറി സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കുകയാണ്. അർച്ചനയുടെ വെപ്രാളം കണ്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇന്ന് ഇതെല്ലാം ഒരുക്കുന്നത് അച്ഛന്റെ ശ്രാദ്ധമായതുകൊണ്ടാണോ അതോ JK സാറ് വരുന്നത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, JK സാറ് വരുന്നത് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അച്ഛന്റെ ശ്രാദ്ധ ദിവസമായതുകൊണ്ടാണ് ഇന്നിതെല്ലാം ഒരുക്കിയത്. ദിവസം തന്നെ JK സാറും ഇവിടെ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിനും ഊണ് കൊടുക്കാമെന്ന് കരുതി ഉള്ളൂ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇതിനു മുന്നേ JK സാറിന് ചേച്ചിക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് അറിയാനായി അദ്ദേഹത്തിന്റെ ബുക്കുകൾ മാത്രം വായിച്ചാൽ മതി, നമുക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് അറിയാമെന്നൊക്കെ അർച്ചന അങ്ങനെ പറയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, ഞാൻ ഈ നോവലൊന്നും വായിക്കാറില്ല. ഇരിക്കുന്ന കാലത്ത് പാഠപുസ്തകങ്ങൾ വായിക്കാൻ പോലും എനിക്ക് മടിയായിരുന്നു. ചേച്ചി ഈ JK സാറ് TV സീരിയൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയാനായി സാധിക്കും. ഈ സീരിയൽ മുടങ്ങാതെ കാണുന്നത് കൊണ്ട് അതിലുള്ള ആളുകളൊക്കെ എനിക്കറിയാം അങ്ങനെ മഞ്ജു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്കും അറിയില്ല മഞ്ജു എന്ന്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനന്തനും മുകുന്ദനും കൂടി വരുന്നത്. എന്നിട്ട് മേനോൻ സാറിന്റെ വാടക വീടിന്റെ താക്കോല് അർച്ചനയെ ഏൽപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് വന്നതെന്ന് പറയാണ്. മുകുന്ദനപ്പ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാം ഒരുക്കി കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇന്ന് JK സാർ ഇവിടെ നിന്നാണ് ഊണ് കഴിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് സന്തോഷാവുന്നുണ്ട്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നു എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്, സാറ് 12 മണിക്ക് മുമ്പ് വരുമെന്നാണ് പറഞ്ഞതെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതിന് 12 മണി കഴിഞ്ഞല്ലോ, ഇതെന്താ ഇത്ര നേരമായിട്ട് സാറ് വന്നില്ലല്ലോ, ഇപ്പൊ സാരെങ്ങാനും കാലു മാറൂ എന്നൊക്കെ തന്റെ സംശയങ്ങൾ അങ്ങനെ മഞ്ജു പറയാണ്. അനന്തനപ്പം മഞ്ജുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിന്റെ വായിൽ എപ്പോഴും ഗുളികനാണല്ലോ, ഒരു നല്ല വാക്കുപോലും നിന്റെ വായിൽ നിന്ന് വരില്ലേ, എന്നും സംശയങ്ങളാണെന്നൊക്കെ അനന്തൻ അങ്ങനെ മഞ്ജുവിനെ ചീത്ത പറയുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, സാർ അങ്ങനെ ഒരാളല്ല, സാർ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വരും, സാറ് ചിന്നുവിന് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അർച്ചന താക്കോല് വെക്കാനായി റൂമിനകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവരോട് അങ്ങനെ പറയുന്നുണ്ട്, എഗ്രിമെന്റ് എഴുതി താക്കോല് കൈമാറുന്നത് വരെ വാടകക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കുറച്ചുകൂടി സൗകര്യമുള്ളതും വാടക കുറച്ചും കിട്ടിയാൽ അവരങ്ങോട്ടേക്ക് മാറും. അങ്ങനെ മഞ്ജു പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, സാർ എന്തായാലും വരുമെന്നല്ലേ പറഞ്ഞത്, നമുക്ക് നോക്കാമെന്ന് അങ്ങനെ പറയുകയാണ്. ഇന്നുവാണെങ്കിൽ റൂമിലിരുന്നു കൊണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. നീ പഠിക്കുകയാണോ മോളെ? സമയം 12 മണിയായല്ലോ, ഇനിയും JK സാറ് വന്നില്ലല്ലോ, എന്താണ് സാറിനെ ഇതുവരെ കാണാത്തതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, സാറ് വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വരും, എനിക്ക് അതിൽ സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് സംശയമൊന്നുമില്ല, ഇത്ര നേരമായിട്ട് കാണാത്തത് കൊണ്ട് നിന്റെ അമ്മാവന്മാർക്കും ആന്റിമാർക്കും അവർക്ക് ചെറിയ സംശയമുണ്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ഇനിയും വെറുതെ സാറിനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്, സാർ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് നമ്മളോട് ഉറപ്പ് പറഞ്ഞതല്ലേ, വരും വന്നോളും എന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, നീ എങ്ങാനും രാവിലെ സാറിനെ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഏയ് ഇല്ല എന്ന്. ചിലപ്പോൾ പറയുന്നുണ്ട്, നിനക്കൊന്ന് സാറിനെ വിളിച്ചു നോക്കാമായിരുന്നില്ലേ, അവലെയൊന്ന് വിളിച്ച് സാറിന് ഈ കാര്യം നീ ഓർമ്മപ്പെടുത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മ തന്നെയല്ലേ പറഞ്ഞേ ഇടയ്ക്കിടയ്ക്ക് സാറിനെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന്, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്
എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്തായാലും ഇപ്പൊ തന്നെ സാറിനെ ഒന്ന് വിളിക്കുകയെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു ഫോൺ എടുത്ത് JK വിളിക്കുകയാണ്. എന്നാൽ JKയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ചിന്നു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട് അമ്മയെ കിട്ടുന്നില്ല, സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ്. അത് കേട്ട് അർച്ചനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അർച്ചനയും ചിന്നു സംസാരിക്കുന്നതെല്ലാം മഞ്ജു ആണെങ്കിൽ പുറത്തുനിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അർച്ചന എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട് ഈ സമയത്ത് എന്താണ് സാറ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നീ എന്തായാലും സാറിനൊരു മെസ്സേജ് അയക്കിയെന്ന് പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട് സാറിന്റെ ലാസ്റ്റ് സീൻ രാവിലെ 8 മണിക്കാണ് കാണുന്നതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അർച്ചനയും ചിന്നു അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരുന്നത്. മഞ്ജു എന്നിട്ട് ചോദിക്കുന്നുണ്ട് JK സാറെ വിളിച്ച് കിട്ടുന്നില്ലേ, ഫോൺ സ്വിച്ച് ഓഫ് ആണോ ചിന്നു എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട് അതേ എന്ന്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ടോ അയ്യോ അതെന്തു പറ്റി, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട സമയത്ത് സാർ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അപ്പോൾ നമ്മളാരും അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യാതിരിക്കാനാണോ, അതാണ് കാര്യമെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ചിന്നു നീ ഒരു കാര്യം ചെയ്യേ, ഇടയ്ക്കിടയ്ക്ക് സാറിനെ വിളിച്ചുകൊണ്ടേയിരിക്കേ, എപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓൺ ആവുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. ചിന്നു അപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട് അങ്കിളിനോട് സംസാരിക്കാതെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അമ്മേ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നേരത്തെ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട് എനിക്കും ടെൻഷൻ ആവുന്നു, ഇപ്പോഴാണ് എനിക്കും ടെൻഷൻ ആവുന്നത് എന്ന് അങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നീ ടെൻഷൻ ആവണ്ട മോളെ, നമുക്ക് കുറച്ചു നേരം കൂടി നോക്കാം, എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ സാറിനൊരു വോയിസ് മെസ്സേജ് ഇട്ടേക്ക്. അങ്ങനെ അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട് ശരി അമ്മേ എന്ന്. നന്ദനും മുകുന്ദനും രമ്യയുമാണെങ്കിൽ JK സാറിനെ കാണാത്തതുകൊണ്ട് സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു വന്ന് കേട്ട കാര്യം ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ JK സാറേയും കാത്തുകൊണ്ടിരുന്നോ, എരി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ രമ്യ ചോദിക്കുന്നുണ്ട് അതെന്താണ് മഞ്ജു ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട് JK സാറ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒറ്റയ്ക്ക് വരാമെന്ന് ഏറ്റ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് എന്തിനായിരിക്കും, രാമെന്നേറ്റ സമയവും കഴിഞ്ഞു എന്നങ്ങനെ മഞ്ജു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അതിനപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ചേച്ചി, JK സാറിനെ വിളിച്ച് കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, JK സാറിന്റെ ഈ ഒരു നമ്പർ മാത്രമേ ചിന്നുവിന്റെ കയ്യിലുള്ളൂ എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ JK സാറ് വരില്ലേ എന്ന് എല്ലാവരും മാറി മാറി അങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ എരുതിയിൽ അങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് വരുന്നില്ലെന്ന കാര്യം ചിന്നുവിനെ ഒന്ന് വിളിച്ച് സാമാന്യ മര്യാദയ്ക്ക് പറഞ്ഞൂടെ എന്നെല്ലാം മഞ്ജു അങ്ങനെ പറയുമ്പോൾ വീണ്ടും അനന്തൻ മഞ്ജുവിനോട് ദേഷ്യപ്പെടുകയാണ്. ഇവരും നിന്നെ പോലെ ആയിരിക്കണമെന്നില്ലല്ലോ, എന്റെ സ്വഭാവമാണ് ഈ ലോകത്തെ എല്ലാവർക്കുമെന്ന് നീ കരുതണ്ട എന്ന് അനന്തൻ അങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് കാര്യം പറയുമ്പോൾ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ മഞ്ജു ചോദിക്കുകയാണ്. മുകുന്ദൻ അപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ ഈ വാടക വീട് എടുക്കുന്നതിൽ നിന്ന് JK സാറ് പിന്മാറിയിട്ടുണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് മുകുന്ദൻ പറഞ്ഞതുപോലെ വന്നോടാന്നില്ലല്ലോ, എന്തായാലും മുകുന്ദന് കാര്യം മനസ്സിലായി എന്നങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് കരുതി അദ്ദേഹം വരാതിരിക്കില്ല, ുമായിട്ട് വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഇനിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് അർച്ചന അങ്ങനെ എല്ലാവരോടുമായി പറയാണ്. മഞ്ജു അപ്പം മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട് JK സാറ് വന്നത് തന്നെ അദ്ദേഹം വരാൻ പോകുന്നില്ലെന്ന് മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് അല്ലെ പറഞ്ഞ കാര്യം ഒരൊറ്റ രാത്രി കൊണ്ട് സാറങ്ങനെ മറന്നു പോവില്ലല്ലോ, നമ്മളെ പോലെയല്ലല്ലോ JK സാറ് തിരക്കുള്ള ആളാണ്, നമുക്കെന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം പറഞ്ഞുകൊണ്ട് അർച്ചന സങ്കടപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. എല്ലാവരും നിരാശയോടെ അങ്ങനെ നിൽക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട് എന്തേട്ടാ ചിന്നുവിന്റെ വാക്ക് കേട്ടിട്ടല്ലേ അദ്ദേഹത്തിന് വീട് കൊടുക്കാമെന്ന് നമ്മൾ ഏറ്റത്, നിങ്ങളാരും JK സാറിനോട് നേരിട്ട് സംസാരിക്കാത്തതാണ് ഇതിന്റെ എല്ലാം പ്രശ്നം, ആൾക്കാർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് JK സാർ വരാൻ പോകുന്നില്ല, അതെ അയാള് വീട് വേണ്ടാന്ന് വെച്ചത് തന്നെയാണ്, എല്ലാം പറഞ്ഞ് സമ്മതിച്ചപ്പോൾ അയാൾക്ക് മനമാറ്റം ഉണ്ടായിട്ടുണ്ടാവും, പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അയാള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം മഞ്ജു അങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനന്തൻ വീണ്ടും മഞ്ജുവിനോട് ദേഷ്യപ്പെടുകയാണ്, നിനക്ക് എന്തിനും ഏതിനും നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ, എന്തായാലും സാറ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പറഞ്ഞുകൊണ്ട് അനന്തനും മുകുന്ദനും അകത്തേക്ക് പോകുന്നുണ്ട്. രമ്യയും കൂടെ പോവാനായി നിൽക്കുമ്പോൾ മഞ്ജു രമ്യയെ വിളിച്ച് അവിടെ നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് രമ്യേ അയാൾ വരാനൊന്നും പോകുന്നില്ല, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാ, അപ്പം അർച്ചന ചേച്ചി JK സാറ് വരുമെന്ന പ്രതീക്ഷയിലാണ് സദ്യയെല്ലാം ഉണ്ടാക്കിയത്, അപ്പോൾ അദ്ദേഹം വരുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞ് രമ്യ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട് അഗ്രിമെന്റിൽ നിന്ന് മനഃപൂർവ്വം അയാൾ പിന്മാറിയത് തന്നെയാണ്, അപ്പോൾ പിന്നെ ഇതിന് പിന്നിലെല്ലാം കളിച്ചിരിക്കുന്നത് ചന്ദ്രകാന്തക്കാര് തന്നെയാണ്.
വേണ്ടിയായിരിക്കും രുക്കു എന്നെ കൊണ്ട് ചിന്നുവിന്റെ ഫോണിൽ നിന്ന് അദ്ദേഹത്തിന്റെ നമ്പർ എടുപ്പിച്ചത്. എന്തായാലും ഈ കാര്യം ഇപ്പൊ തന്നെ രുക്കുവിനെ വിളിച്ച് ഒന്ന് അറിയിക്കാമെന്ന് കരുതി മഞ്ജു അങ്ങനെ ഫോൺ എടുത്ത് രുക്കുവിനെ വിളിക്കുകയാണ്. രുക്കു ആണെങ്കിൽ ഒരു ബുക്ക് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഞ്ജു വിളിക്കുന്നത്. എന്തോ ഒരു കാര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് മഞ്ജു ചേച്ചി ഇപ്പൊ വിളിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് വേഗം തന്നെ രുക്കു ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയും വരുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോട് എന്താ ചേച്ചി കാര്യമെന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, JK സാറിന്റെ എഗ്രിമെന്റ് നടക്കത്തില്ല, എന്താ കാര്യമെന്നറിയില്ല, അദ്ദേഹം വരുമെന്ന് പറഞ്ഞ് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹം വരുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞ ദിവസം കൃത്യസമയത്ത് എഗ്രിമെന്റുമായിട്ട് വരാമെന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് ഇത്ര നേരമായിട്ട് വന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം വരുന്നില്ല എന്നല്ലേ? അവൾക്ക് ഈ വീടിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ആരും വിളിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് നമ്പർ എടുപ്പിച്ചത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നോ? കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ ആണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അദ്ദേഹം വരാതിരുന്നത് നന്നായി എന്ന് രുക്കു അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും നാണം കെട്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ്. ചിന്നുവിന്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്തു തന്ന കാര്യവും ഇതെല്ലാം വിളിച്ചു പറഞ്ഞ കാര്യവും ഇവിടെ ആരും അറിയരുത്. ആയാലും ശരി, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും രുക്കുവിന്റെ അടുത്തേക്ക് ചന്ദ്ര വന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ തന്നെ മഞ്ജു പറഞ്ഞ കാര്യങ്ങളെല്ലാം ചന്ദ്രയോട് പറയാണ്. ഇതെല്ലാം കേട്ട് ചന്ദ്രയ്ക്ക് ആകെ സന്തോഷാവുന്നുണ്ട്. നമ്മൾ അയാളെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അയാൾ വിശ്വസിക്കുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. എന്തോ അപരാധം പറഞ്ഞതുപോലെയല്ലേ ആദ്യം അദ്ദേഹം പ്രതികരിച്ചത്? അപ്പോഴെന്താണ് അയാൾക്ക് പെട്ടെന്ന് മനമാറ്റം ഉണ്ടായതെന്ന് മന്ത്രി അങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അയാൾ നമ്മളോട് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് നമ്മളെ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. അതാണ് ഈ എഗ്രിമെന്റിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത്. വീട്ടുകാർക്കത് മനസ്സിലായി. ചേച്ചിക്കാണ് ഇപ്പോഴും വിശ്വാസമാവാത്തത് എന്നങ്ങനെ രുക്കു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും JKയുടെ നമ്പറിലേക്ക് ചന്ദ്ര വിളിക്കുകയാണ്. എന്നാൽ അപ്പോഴും JKയുടെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. അപ്പോഴാണ് JK അതിൽ നിന്ന് പിന്മാറിയെന്ന കാര്യം ചന്ദ്രയ്ക്ക് വിശ്വാസമാവുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ തന്ത്രം ഏറ്റു. നാട്ടിലെ അർച്ചനയ്ക്കും സഹോദരന്മാർക്കും നല്ലൊരു അടിയല്ലേ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ രുക്കു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവർക്ക് ശരിക്കും അടി കിട്ടണമെങ്കിൽ ഇനി ഒരു കാര്യവും കൂടി ചെയ്യണം. നാട്ടുകാരുമായി JK തെറ്റിയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് എന്റെ കൂട്ടുകാരിയുടെ വീട് അയാൾക്ക് വാടകയ്ക്ക് എടുത്തു കൊടുക്കണം. വേണം എനിക്ക് അർച്ചനയെ ഒന്ന് കാണാൻ. കിട്ടിയ വാടകക്കാരനെ തട്ടിയെടുത്ത് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ആക്കുമ്പോഴാണ് ശരിക്കും അവർ ഞെട്ടാൻ പോകുന്നത്. അർച്ചന അറിയുമ്പോഴാണല്ലോ ഒരു രസം. മുന്നിൽ നമ്മൾ ജയിച്ചു എന്നൊരു തോന്നൽ അവൾക്കുണ്ടാവണം. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എന്തായാലും JKക്ക് വേറൊരു വീട് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ചന്ദ്രേജി ചേച്ചിയുടെ ഫ്രണ്ടിനെ വിളിക്കേ, അയാൾക്ക് വീട് ഏർപ്പാടാക്കി കൊടുക്കുക എന്നങ്ങനെ രുക്കു പറയുകയാണ്. ബാട്ടിലാണെങ്കിൽ മഞ്ജു ഒഴിച്ച് ബാക്കി എല്ലാവരും JK വരാത്തതിന്റെ നിരാശയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അനന്തനും മുകുന്ദനും രമ്യയും അങ്ങനെ ഹാളിൽ ഇരിക്കുന്ന സമയത്താണ് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. നീ 2 കഴിഞ്ഞല്ലോ, ഇപ്പോഴും JK സാറ് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണോ നിങ്ങള്? 2 മണിക്ക് വരാമെന്ന് ഏറ്റ ആളാണ് ഞാൻ. എന്തേലും പറഞ്ഞാൽ നിങ്ങൾ അതിന് നെഗറ്റീവ് പറയാണെന്ന് പറയും. കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ നിങ്ങൾക്കാർക്കും എന്നോട് ദേഷ്യം തോന്നരുത്. ഇത് ചീറ്റിംഗ് ആണ്. എഗ്രിമെന്റും വാടക പൈസയുമായിട്ട് വരാമെന്ന് ഏറ്റതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നല്ലേ ചിന്നു പറയുന്നത് എന്നങ്ങനെ മഞ്ജു പറയുകയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, JK സാർ വരുന്നില്ലെന്ന് കരുതി ആ വീട് എന്തായാലും പൂട്ടിയിടാനൊന്നും പോകുന്നില്ല എന്ന് മുകുന്ദൻ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം പറയാൻ മുകുന്ദ. വിലയില്ലാത്ത ഒരാൾക്ക് നമ്മൾ ആ വീട് കൊടുക്കരുത്. അയാളുടെ കാര്യം നോക്കിയിട്ട് പോയി. പ്രതീക്ഷിച്ചിരുന്ന നമ്മളെല്ലാവരും മണ്ടന്മാരായി എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ എല്ലാവരും തന്നെ നിരാശയോടെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.